മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നവംബർ 20 നടക്കുകയാണ്. അതിനു മുന്നോടിയായി ഉം. രാഹുൽ ഗാന്ധി പഴയ ബോംബ് കഥകളുമായി വീണ്ടും ഞെട്ടിത്തെത്തുകയാണ്. സാർ, നരേന്ദ്രമോദി എന്ന് അധികാരത്തിൽ വന്നു അന്ന് മുതൽ രാഹുൽ ഗാന്ധി ഇന്ന് വരെ പറയുന്നത് ഒരേ ബോംബ് കഥ. അദ്ദേഹത്തിന് ഈ 15 കൊല്ലമായിട്ടും ഈ ജഗതിയെ നോക്കി, അല്ല ജഗതി ഈ നാടിനെ നോക്കിയിട്ട് ഒരു മാറ്റമില്ലല്ലോ എന്ന് പറയുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ശൂലം ഭ്രൂണം ഗർഭിണി, പിന്നെ അതിനുശേഷം രാജ്യത്തിന് അദ്ദേഹത്തിന്റെ അമ്മ, രാജ്യത്തിന് സഹോദരി, സഹോദരിയുടെ അച്ഛൻ, അച്ഛന്റെ അമ്മ, അവരുടെ അച്ഛൻ, ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ പറയുകയല്ലാതെ രാഹുൽ ഗാന്ധിക്ക് ഒന്നുമില്ല. ഇന്ന് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ ഇലക്ഷന്റെ ഭാഗമായിട്ട് അമരാവതിയിലും ഖർപ്പയിലും 2 പൊതു റാലികളെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. അതിനകത്ത് അദാനിയെ കുറിച്ചൊക്കെ ധാരാളം പരാമർശങ്ങളുണ്ട്. നരേന്ദ്രമോദി അദാനിക്ക് ഭൂമി വാരിക്കോരി കൊടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് ആ പഴയ ബോംബുകൾ തന്നെയാണ്. അതായത് ഈ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന കോൺഗ്രസ് കാണുന്നത് രാജ്യത്തിന്റെ DNA ആയിട്ടാണ്. പക്ഷെ BJP അതിന് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് നാളായിട്ട് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഭരണഘടനയ്ക്ക് തുരങ്കം വെച്ചത് മുഴുവനും കോൺഗ്രസ്സുകാരാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ താങ്കളുടെ നിരീക്ഷണത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ടും BJP വന്നിട്ടും NDA ഗവൺമെന്റ് വന്നിട്ടും നമ്മുടെ ഭരണഘടനയ്ക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി അവർ ചെയ്തതായിട്ടുള്ള അറിവുണ്ട്? ധനുഷ്, ഇത് രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ BJP ഇതര കക്ഷികളെല്ലാം തന്നെ 2014 മുതൽ കഴിഞ്ഞ 10-11 വർഷമായിട്ട് നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ഉപയോഗിക്കുന്നത്? BJP എല്ലായ്പ്പോഴും ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു, ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ 11ാം വർഷത്തിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. ഞാൻ നോക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചിലപ്പോൾ ചില നിയമങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് അത് ഭരണഘടനയ്ക്ക് വിധേയമാണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മെക്കാനിസം നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കുന്നു, ആ നിയമത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതിനെ റേസ് ചെയ്യാം, അതിന് നമുക്ക് കോടതിയിൽ പോകാം. കോടതിയിൽ പോയതിന് ശേഷം അത് കോടതി പരിഗണിച്ചതിന് ശേഷം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതിക്ക് അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാം. ആ രീതിയിലത്തേക്ക് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരിക്കുന്ന നിരവധി നിയമങ്ങൾ BJP ഭരിക്കുന്ന സമയത്തുണ്ടായിട്ടുണ്ട്, മറ്റ് സർക്കാരുകൾ ഭരിക്കുന്ന സമയത്തുണ്ടായിട്ടുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തൊക്കെ തന്നെ അത് ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും തന്നെ അർത്ഥം ഭരണഘടനയ്ക്ക് തുരങ്കം വയ്ക്കുന്നു എന്ന രീതിയിലത്തേക്കല്ല. അങ്ങനെ വേണമെങ്കിൽ കേവലം ഒരു നിയമം പാസ്സാക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ഭരണഘടനയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലുൾപ്പെടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രചരണം എന്ന് പറഞ്ഞാൽ BJP അധികാരത്തിൽ വരുന്ന സമയത്ത് ഭരണഘടനയെ അവരില്ലാതെയാക്കും, അവരുടേതായിട്ടുള്ള പുതുക്കിയ ഭരണഘടന കൊണ്ടുവരും, രാജ്യത്തിനെ ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കത്തക്ക രീതിയിലേക്കുള്ള ഭരണഘടന കൊണ്ടുവരും. അപ്പോൾ ഈ ഭരണഘടന നിലനിർത്തണമെങ്കിൽ INDIA സഖ്യത്തിനെ നിങ്ങൾ വിജയിപ്പിക്കണം എന്ന രീതിയിലത്തേക്കാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഭരണഘടനയെ അട്ടിമറിക്കുന്ന രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ഒരു പ്രൊവിഷൻ ഭരണഘടനയിലേക്ക് BJP കൊണ്ടുവന്നിട്ടുണ്ടോ? കാരണം അതിൽ തന്നെയാണല്ലോ ഈ പ്രൊവിഷനൊക്കെ തന്നെ കുത്തി കയറ്റേണ്ടത്. ആ രീതിയിലത്തേക്ക് അവർ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ കാശ്മീരുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 370 പറ്റിയാണ് അവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ 370 പോലും ഒരു ടെമ്പററി പ്രൊവിഷനായിട്ടാണ് അത് കൊണ്ടുവന്നിരുന്ന സമയത്ത് തന്നെ അന്നത്തെ കോൺഗ്രസ്സുകാർ വിഭാവനം ചെയ്തിരുന്നത്. അത് പിന്നീട് എല്ലാ കാലത്തേക്കും ഇങ്ങനെ അനുസ്യൂതം ഒരു പ്രത്യേക അവകാശമായിട്ട് പിന്തുടരുന്നത് പോലെയുള്ള തെറ്റായ ഒരു പ്രവണത വന്നു. അതിൻ്റെ പോലും എന്താണ് അതിൻ്റെ സാങ്ക്ടിറ്റി, അതിൻ്റെ നിലനിൽപ്പ്, ഭരണഘടനാ സാധുത തുടങ്ങിയ കാര്യങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. പ്രശ്നമില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ ഈ കാണുന്ന മിക്കവാറുമുള്ള എല്ലാ വിഷയങ്ങളും. അപ്പോൾ അതൊന്നും തന്നെ ഭരണഘടനയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടോ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന പ്രമാണം, ഘടന തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ തന്നെ വയലേറ്റ് ചെയ്യുന്നതായിട്ടോ എങ്ങും തന്നെ വ്യക്തമായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യത്തോടു കൂടി ആവർത്തിച്ച് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത് പറയുന്ന സമയത്ത് കോൺഗ്രസ്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയൊക്കെ തന്നെ പറയുന്നത് തൻ്റെ കുടുംബം അവരുടെ ജീവനെ തന്നെയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ടിലാണ് രാഹുൽ ഗാന്ധി അതിനെപ്പറ്റി പറയുക. അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ട്, അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുടെ അച്ഛൻ, ഇവരെല്ലാവരും തന്നെ ഈ രീതിയിലത്തേക്ക്, അച്ഛൻ്റെ അച്ഛനുണ്ട് കേട്ടോ, ഫിറോസ് ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാവരും തന്നെ രാജ്യത്തിന് വേണ്ടി വലിയ സേവനം നടത്തി എന്ന രീതിയിൽ ജവഹർലാൽ നെഹ്റു മുതൽ അല്ലെങ്കിൽ മോട്ടിലാൽ നെഹ്റു, അങ്ങനെ എല്ലാ ആൾക്കാരെ പറ്റി ഇവർ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഗുണത്തിൻ്റെ ലെഗസി മാത്രമല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അവർ ചെയ്തിരിക്കുന്ന തെറ്റുകളുടെയും ലെഗസി സ്വീകരിക്കണം. ആ തെറ്റുകളുടെ ലെഗസി സ്വീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണോ? തെറ്റുകളുടെ ലെഗസി ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെ ചർച്ച ചെയ്താൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തെറ്റ്, അനീതി കാണിച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിലുള്ള ആൾക്കാരുമാണ്, വിശിഷ്യ ഇന്ദിരാഗാന്ധിയാണ് എന്ന് നിസ്സംശയം പറയാം.
കാരണം നമ്മുടെ നാട്ടിലുള്ള ചില നിയമങ്ങൾ, ഭരണഘടനയിൽ തന്നെ മാറ്റം വരുത്തുന്ന രീതിയിലത്തേക്കുള്ള ചില നിയമങ്ങളും അതേപോലെ ഭരണഘടനാ അനുച്ഛേദങ്ങളും ഒക്കെ തന്നെ കൊണ്ടുവരികയും പല തിരുത്തലുകളൊക്കെ കൊണ്ടുവരികയും ചെയ്തു. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധിയാണ് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനെ അയോഗ്യയാക്കുന്നത്. അതിനെ തുടർന്ന് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നു. അതൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് മുന്നോടിയായിട്ട് പോലും ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തി. ഒന്ന്, പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവരികയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കപ്പെടുന്നു, ആ ഇലക്ഷൻ പ്രോസസ്സിലൊരു പ്രശ്നമുണ്ടായിട്ടുണ്ട്, സർക്കാരിൻ്റെ മെഷീനറിയെ അനാവശ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു പരിപാടി ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് നമുക്കൊരു കൺസേൺ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിയാണ് എന്ന കാരണത്താൽ നമുക്ക് കോടതിയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിക്ക് ഇവിടെ എന്തും കാണിക്കാം എന്നല്ലേ? അങ്ങനെ ഒരു നിയമം കോൺഗ്രസ് കൊണ്ടുവന്നിരുന്നപ്പോൾ അതിനെപ്പറ്റി രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം എന്താണ്? അതാരാണ് കൊണ്ടുവന്നത്? നരേന്ദ്രമോദിയാണോ, BJP ആണോ, അതോ കോൺഗ്രസും ഇന്ദിരാഗാന്ധിയുമാണോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. രണ്ട്, ഒരു ശിക്ഷ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അസാധുവാക്കുക അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ ആവശ്യമുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകാനായിട്ട് കോടതി പറയും. അന്ന് 41-ാം അമെൻമെൻറ്റ് കൊണ്ടുവരികയാണ്. 41-ാം അമെൻമെൻറ്റ് കൊണ്ടുവരുന്ന സമയത്ത് ആ ഭേദഗതിയിൽ പറയുന്നത് എന്താണ്? ക്രിമിനൽ പ്രോസിക്യൂഷനിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് ആജീവനാന്ത സംരക്ഷണം. ഒന്നാലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ ഒരാൾ പ്രധാനമന്ത്രിയായി എന്നതിൻ്റെ പേരിൽ, പ്രധാനമന്ത്രി എന്ന പൊസിഷൻ്റെ പേരിൽ ആ ആളിന് നേരെ എന്തെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ പ്രോസിക്യൂഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റഫാലിൻ്റെ കാര്യത്തിൽ, മറ്റു കാര്യത്തിൽ, അംബാനിയുടെ, അദാനിയുടെ ഈ കാര്യത്തിലെല്ലാം തന്നെ പ്രധാനമന്ത്രി പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതാണ് എന്ന് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ, പണ്ടുണ്ടായിരുന്ന ആ ഒരു നിയമം അതേ അർത്ഥത്തിൽ ഇന്ന് നിലനിന്നിരുന്നുവെങ്കിൽ ഈ ഒരു വാദം ഉന്നയിക്കാൻ പോലും രാഹുൽ ഗാന്ധിക്ക് കഴിയുമായിരുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ആരോടാണ് കടപ്പെട്ടിരിക്കേണ്ടത്? ജനതാ പാർട്ടി ഗവൺമെൻറ്റിനോടാണ്. കാരണം അന്ന് കൊണ്ടുവന്നിരുന്ന പല കാര്യങ്ങളും പിന്നീട് റദ്ദ് ചെയ്തിട്ട് ജനാധിപത്യപരമായിട്ട് നമ്മുടെ ഭരണഘടനയെ പുനഃസംരക്ഷിക്കുന്ന രീതിയിലത്തേക്ക് ഒരു നിലപാടെടുത്തിരിക്കുന്നത് ജനതാ പാർട്ടിയാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ജനത മുഴുവനും ആ കാര്യത്തിൽ ജനതാ പാർട്ടിയോട് കടപ്പാടുണ്ടാകേണ്ടുന്ന ആൾക്കാരാണ്. ഇനി ചില നിയമങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ആ നിയമങ്ങളുടെയൊക്കെ തന്നെ ഭരണഘടനാ സാധുത പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് വിശാലമായിട്ടുള്ള ഒരു 7-അംഗ ബെഞ്ചിന് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം കൊണ്ടുവന്നു. ഇനി അതിൽ തന്നെ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സാക്കിയ നിയമങ്ങളെ റദ്ദ് ചെയ്യാൻ പാടുള്ളൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംഭവം കൊണ്ടുവന്നിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നിരുന്നത് എപ്പോഴാണ്? ഈ ഭരിക്കുന്ന ഭരണത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിക്ക് ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത്. ഇനി മറ്റു പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജുഡീഷ്യറിയെ BJP വിലക്കെടുക്കുന്നു, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുന്നു, അവരെ ത്രട്ടൻ ചെയ്യുന്നു. ഈ രീതിയിലത്തേക്കുള്ള കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. ഇവരെല്ലാവരും തന്നെ BJPയുമായിട്ട് അലൈൻഡ് ആകാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുന്നു. പിന്നെ അവർക്ക് പല ഓഫറുകളും കൊടുക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞു. പണ്ട് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേശവാനന്ദ ഭാരതി കേസ് ഉണ്ടാകുമ്പോൾ അന്നുണ്ടായിരുന്ന 3 സീനിയർ ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ സീനിയോറിറ്റി കാരണം ചീഫ് ജസ്റ്റിസ് ആകേണ്ടുന്ന 3 ആൾക്കാരെ മാറ്റിക്കൊണ്ട് അതിൻ്റെ താഴെ ജൂനിയറായിട്ടിരുന്ന ഒരാളിനെ, എൻ്റെ ഓർമ്മ AN റേ ആണെന്ന് തോന്നുന്നു, ആ ആളിനെ കൊണ്ടുവന്ന് ചീഫ് ജസ്റ്റിസ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ജഡ്ജിനെ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു തീരുമാനമെടുക്കുന്നു. 1 സീനിയോറിറ്റി അല്ല, 2 സീനിയോറിറ്റി അല്ല, 3 സീനിയോറിറ്റി മറികടന്നതിന് ശേഷം ഒരാളെ നിയമിക്കാനായിട്ട് നരേന്ദ്രമോദിയുടെ ഒരു സർക്കാർ ഒരു തീരുമാനമെടുത്ത് അതിനെ പുഷ് ചെയ്യുകയാണ് എങ്കിൽ രാഹുൽ ഗാന്ധി ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമല്ലേ? ഇപ്പോൾ തന്നെ നമുക്കറിയാം, അവിടെ DY ചന്ദ്രചൂഡ് മാറിയതിന് ശേഷം സഞ്ജീവ് ഖന്ന വരുന്നു. സഞ്ജീവ് ഖന്നയോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ സഞ്ജീവ് ഖന്നയുടെ സീനിയോറിറ്റി മറികടന്ന്, അതിന് താഴെയുള്ള ആളിൻ്റേത് മറികടന്ന്, അതിൻ്റെ താഴെയുള്ള ആളിൻ്റേത് മറികടന്നിട്ട് അതിൻ്റെയും താഴെയുള്ള ഒരാളിനെ കൊണ്ടുവന്ന് അവിടെ വെച്ചാൽ രാഹുൽ ഗാന്ധി ഇതാണ് യഥാർത്ഥ ജനാധിപത്യവും ഭരണഘടനാ സംരക്ഷണവും എന്ന് പറയുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതേപോലെ തന്നെ ഏതാണ്ട് 1 ഡസനിലധികം ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഷടപട എന്നും പറഞ്ഞിട്ട് ട്രാൻസ്ഫർ കൊടുത്തിരുന്ന ഒരു സംഭവമുണ്ട്. അങ്ങോട്ടും ഇവിടെയുള്ള ആളിനെ അങ്ങോട്ട് തട്ടുന്നു, അവിടെയുള്ള ആളിനെ ഇങ്ങോട്ട് തട്ടുന്നു എന്ന രീതിയിലത്തേക്ക് വളരെ വലിയ രീതിയിലത്തേക്കുള്ള വിവാദമുണ്ടാക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ടായി. പിന്നെ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പോലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് സമത്വത്തിനുള്ള അവകാശം, വിവേചനം ഉണ്ടാകാതെ ഇരിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലൈഫ്, നമുക്ക് ജീവിക്കാനുള്ള, അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ നമുക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാം. എനിക്ക് സമത്വം നിഷേധിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ, എനിക്ക് ജീവിക്കാനുള്ള അവകാശം ഇവിടെ കിട്ടുന്നില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും വഴി കിട്ടുന്നില്ല, അവർക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി കെട്ടി അടയ്ക്കുന്നു,
എനിക്ക് എൻ്റെ തൊഴിലിടത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഡിസ്ക്രിമിനേഷൻ നേരിടുന്നു തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൺസേൺസ് ഉള്ളപ്പോൾ ആൾക്കാർക്ക് എവിടെ പോകാം? കോടതിയിൽ പോകാം. പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആ എമർജൻസി പീരീഡിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ 14, 19, 21 ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നടപ്പാക്കാനായിട്ട് നിങ്ങൾക്ക് കോടതിയെ ഇത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സമീപിക്കാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമം വരിക. അത് എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണ്. ഞാൻ പറയുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, ഇത് ജനാധിപത്യ സംവിധാനത്തിൽ പാടില്ലാത്തതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതെങ്ങനെയാണ്? ഇപ്പോൾ എന്നെ ആരെങ്കിലും കൊല്ലും, എന്നെ ആരെങ്കിലും അപായപ്പെടുത്തും എന്നുള്ളൊരു ഭീഷണി ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എൻ്റെ അവകാശത്തിന് വിരുദ്ധമാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് പരാതി കൊണ്ട് ലീഗൽ പ്രൊസീജിയറിൽ പോകാൻ കഴിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് കൊല്ലാനായിട്ട് നോക്കിയാൽ കൊല്ലട്ടെ എന്ന രീതിയിലത്തേക്ക് നമുക്ക് തീരുമാനിക്കാൻ കഴിയുമോ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം നിയമങ്ങളും ഭരണഘടനയെ പല രീതിയിലത്തേക്ക് വളച്ചൊടിക്കുന്ന, ഭരണഘടനയിൽ തന്നെ പല കാര്യങ്ങളും ഇൻസേർട്ട് ചെയ്യുന്ന, അതിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ പല കാര്യങ്ങളും ഇൻസേർട്ട് ചെയ്യുന്ന, നമ്മളീ പറയുന്ന പോലെ പലപ്പോഴും ചർച്ച ചെയ്യുന്ന പോലെ സെക്യുലർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഭരണഘടനാ അസംബ്ലി ചർച്ച ചെയ്തതിന് ശേഷം സെക്യുലർ എന്ന രീതിയിലത്തേക്ക് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന കാര്യത്തിനെ പിന്നീട് കൊണ്ടുവരുന്നു, അതിനെ പിന്നെ റാറ്റിഫൈ ചെയ്യാനായിട്ട് നോക്കുന്നു. ഈ രീതിയിലത്തേക്കുള്ള പല കാര്യങ്ങളും ചെയ്തിരിക്കുന്ന ഒരു ചരിത്രം അവിടെ ഉള്ളപ്പോൾ രാഹുൽ ഗാന്ധി ഇതിനെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? ഈ ഒരു ചോദ്യം രാഹുൽ ഗാന്ധിയുടെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെങ്കിലും നേരിട്ട് ചോദിക്കേണ്ടതാണ്. ഇത് നിങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നില്ല എങ്കിൽ ഇത് ഇന്ത്യയുടെ കറുത്ത ഏടാണ് എന്നോ, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ഭരണക്രമം ഇവിടെ ഉണ്ടായിരുന്നത് താങ്കളുടെ മുത്തശ്ശി ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ് എന്ന് പറയാനോ താങ്കൾ തയ്യാറാകുമോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതും ഇന്നത്തെ അദ്ദേഹം എതിർക്കുന്ന BJP-യുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ BJP-യുടെ സ്കോർ 0 അല്ലേ? ഇനി ഏതെങ്കിലും നിയമം ആ രീതിയിലത്തൊക്കെ കൊണ്ടുവന്നിട്ട് അത് സുപ്രീം കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് നിങ്ങൾ കൊടുത്തോ, പക്ഷേ അപ്പോഴും ഇന്ദിരാഗാന്ധിക്ക് 100-ൽ 100 കിട്ടും. ഞാൻ പറയുന്നത് ഇന്നൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിൻ്റെ സാധുത ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോകാനുള്ള അവസരം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടെങ്കിൽ താങ്ക്സ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലേ? താങ്ക്സ് ടു ജനതാ പാർട്ടി. കാരണം ഇതില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് ഇങ്ങനെയല്ല പ്രവർത്തിക്കുക. ഇനി നിയമങ്ങളെ ഓവർകം ചെയ്തിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ ചെയ്തിട്ടില്ലേ? രാജീവ് ഗാന്ധി ചെയ്തിട്ടില്ലേ? ഷാബാനോ കേസിൽ മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ജീവനാംശത്തിനുള്ള അർഹത എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കൃത്യമായ ഗൈഡ് ലൈനുകൾ ഇറക്കുകയും സർക്കാരിനോട് പറയുകയും ചെയ്യുമ്പോൾ അതിനെ സർക്കംവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ നിയമം ഉണ്ടാക്കിയ രാജീവ് ഗാന്ധി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇനി നമ്മുടെ ഭരണഘടനാ അസംബ്ലി തന്നെ കൊണ്ടുവന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യം. രാഹുൽ ഗാന്ധി തന്നെ പറയുന്നത് എന്താണ്? മാധ്യമങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ നരേന്ദ്രമോദി സർക്കാർ കത്തിവെക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായമുള്ള എത്രയോ പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ പല മാധ്യമ സ്ഥാപനങ്ങളിൽ റെയ്ഡ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇവർക്ക് എല്ലാവർക്കും കോടതിയിൽ പോകാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ 2 മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഒരു ബ്ലാക്ക് ഔട്ട് വന്നിരുന്ന സമയത്ത് ആ സമയത്ത് അവർക്ക് കോടതിയിൽ പോകാം. കോടതി എന്ത് ചെയ്തു? സുപ്രീം കോടതി മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരത് കോടതിയിലേക്ക് പോയി എന്ന് കണ്ടപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ അത് റിവോക്ക് ചെയ്യുന്ന രീതിയിലത്തേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, നിങ്ങളുടെ ആർക്കൊക്കെ സ്വാതന്ത്ര്യം നൽകാം, ആർക്കൊക്കെ സ്വാതന്ത്ര്യം നൽകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേയധികം നിയമങ്ങൾ, നിർമ്മാണങ്ങൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ വലിയ രീതിയിലത്തേക്ക് എല്ലാം ലോഫുൾ അല്ലാതെ പോകുന്നു എന്ന് പറയുമ്പോൾ പണ്ട് ഇതെന്തൊക്കെയാണ് നടന്നിരുന്നത്? ഈ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് റെസ്ട്രിക്ഷൻസ് ചേർത്തതാരാണ്? ഭരണഘടനയുടെ 1ാം ഭേദഗതി, ഭരണഘടന ആദ്യമായിട്ട് തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ മൗലികാവകാശമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ട് എന്ന് തീരുമാനിച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്നേ. നമ്മൾ പലപ്പോഴും ഫ്രീ സ്പീച്ചിൻ്റെ അപ്പോസ്തലനായിട്ട് ജവഹർലാൽ നെഹ്റുവിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയിലെ 1ാം ഭേദഗതി കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഫ്രീ സ്പീച്ചിന് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അബ്സല്യൂട്ട് അല്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിലുള്ള നിരവധി ആൾക്കാർ കുറേയധികം കാര്യങ്ങൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അതേപോലെ സമാനമായിട്ടുള്ള ഒരു സ്കെയിലിൽ പിന്നീട് ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ആലങ്കാരികമായിട്ട് പറയുന്നത് പോലെ ഒരു വിരൽ മറ്റൊരാളിന് നേരിൽ നമ്മൾ ചൂണ്ടുമ്പോൾ ബാക്കി വിരലുകൾ നമ്മുടെ നേർക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് എനിക്ക് രാഹുൽ ഗാന്ധിയോട് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്, രാഹുൽ ഗാന്ധിയുമായി ബന്ധമുള്ള കോൺഗ്രസ്സുകാർ, മലയാളം അറിയുന്ന കോൺഗ്രസ്സുകാർ അത് കേട്ടതിന് ശേഷം അദ്ദേഹത്തിനോട് ദയവ് ചെയ്ത് പറയേണ്ടത്, നമുക്ക് ഭരണഘടനയെ വെച്ചുകൊണ്ട് ഭരണഘടനാ ലംഘനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ നടത്തിയിരിക്കുന്ന ഭരണഘടനാ ലംഘനങ്ങൾ എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് നമുക്ക് മറ്റൊരു രീതിയിലത്തേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്ന് പറയുന്നതാകും നല്ലത് എന്നാണ്
എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതുകൊണ്ടൊക്കെ ആയിരിക്കും രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരു ഗതികേട് വന്നത്. കാരണം ആ ഭരണഘടനയോട് ചെയ്ത അത്രയും കാര്യങ്ങൾ, അത്രയും ക്രൂവൽറ്റികളെല്ലാം രാഹുൽ ഗാന്ധിയുടെ തലയിൽ ഒരു വാള് പോലെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു പരിഹാരമായിക്കോട്ടെ എന്ന് പറഞ്ഞ് കാലത്തിന്റെ ഒരു കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പോലെ കർമായിസ ബൂമറങ് ആണെന്നല്ലേ പറയുന്നത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അല്ല, നിർത്താം. ഞാൻ താങ്ക് യു സർ. കരുതുന്നത് അങ്ങനെ ഉയർത്തിപ്പിടിക്കണമെന്നാണ്. ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ ആ ഭരണഘടനയോട് പക്ഷെ ഉയർത്തിപ്പിടിച്ചപ്പോഴും തലതിരിച്ചായിരുന്നു കേട്ടോ പിടിച്ചത്. അതായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത്, അത് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ ഭരണഘടനയോട് ആരാണ് നെറുകേടും നീതികേടും കാണിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.